പൂക്കളെല്ലാം കൈകളിൽ പിടിച്ചുകൊണ്ട് കുട്ടികളടക്കമുള്ളവരെല്ലാവരും തന്നെയും ഇപ്പോൾ കാണുന്ന ഫോട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കുന്നതാണ്. പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ മാസം രണ്ടാം തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. അതിനുശേഷമാണ് അദ്ദേഹം കൊച്ചി നേവൽ ബേസിലേക്ക് പോയത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം കൊച്ചി നഗരത്തിലേക്ക് എത്തുകയാണ്. മോദിയുടെ റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ്. കൊച്ചി നഗരത്തിൽ അണികൾ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തുടങ്ങും. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് ഊഷ്മളമായ വരവേൽപ്പാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. ഇതാ തുടങ്ങാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും KPCC ജംഗ്ഷനിലേക്കാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി KPCC ജംഗ്ഷനിലേക്ക് എത്തും. റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ്. ഡാനി നൽകാം വിവരങ്ങൾ. എന്തായി? മഞ്ജുഷ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുന്ന എല്ലാ കണ്ണുകളും KPCC ജംഗ്ഷനിലെ റോഡിലേക്ക് തന്നെയാണ്. കാരണം കാത്തിരിക്കുന്നത് മണിക്കൂറുകളായി അവരുടെ നായകനെയാണ്, അവരുടെ നേതാവിനെയാണ്. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി തന്നെയാണ്, അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പ് മണിക്കൂറുകളായി. കാരണം 2 മണിയോടുകൂടി നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെയും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു കാണുന്നത്. 3 മണിയോടുകൂടി റോഡ് ഏതാണ്ട് അതിൽ പൂർണ്ണതയോടുകൂടി തന്നെ ഈ കാണുന്ന പുരുഷാരങ്ങൾ അപ്പോഴും തന്നെയും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓരോ സമയവും അത് കൂടി വന്നിരുന്നു. നമ്മൾക്ക് അതിൽ എടുത്തു പറയേണ്ടത് ഒരു സമയം പോലും ആളുകളുടെ ഒരു കുറവ് ഇതിലുണ്ടായിരുന്നില്ല. ആളുകൾ കൂടി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ ആളുകളെ കണ്ടോളൂ, ഞങ്ങൾ 50,000 എന്ന് പറയുന്നു, പക്ഷെ അതിനധികം ആളുകൾ അവിടെ എത്തും. അത്രയ്ക്ക് വലിയ രീതിയിലേക്ക് നരേന്ദ്രമോദിയെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പാർട്ടിക്കതീതമാണ്, അത് ഇസങ്ങൾക്കതീതമാണ്. ഇത്തരം ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് ഒരു നേതാവ്